ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു AC വാങ്ങിയിരുന്നു. രാത്രി 7:30ക്കാണ് AC നമ്മുടെ കയ്യിൽ വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. രാത്രി ആയിപ്പോണ്ട് വിട്ടുപോയി. പിന്നെ ഇറക്കുന്ന തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോദ്രേജിൻ്റെ ഒരു AC ആണ്. 1 ടൺ 5 സ്റ്റാർ AC ആണ് എടുത്തിരിക്കുന്നത്. ഈ AC ഞാൻ എൻ്റെ പപ്പായുടെ അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ആളറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വന്ന് നമ്മളിവിടെ വെച്ചപ്പോഴൊക്കെയാണ് ആൾ അറിഞ്ഞത്. അപ്പം ചൂടായിരുന്നു, ചൂട് സഹിക്കാൻ പറ്റും. 2 ഫാനൊക്കെ ഇട്ടിട്ടാണ് ആൾ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ചൂട് ഉണ്ട്, ഭയങ്കര ചൂടാണ്, പറ്റുന്നില്ല, എപ്പോഴും തുണിയൊക്കെ നനച്ചൊക്കെ ഇടുക. അപ്പം പിന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല. നമ്മൾ പോയി ഒരു 2-3 ദിവസം എനിക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. ഏത് AC ആണ് എടുക്കേണ്ടത്, ഏത് കമ്പനിയാണ് നല്ലത്, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് എടുക്കാൻ വേണ്ടി കുറച്ച് അങ്ങനെയാണ് ഞാൻ ഗോദ്രേജിലേക്ക് എത്തിയത്. അപ്പം ഇത് എടുക്കാനായിട്ടുള്ള ഫണ്ട് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂട്യൂബ് റവന്യൂ എന്നാണ് ഞാൻ ഈ AC വാങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഇൻസ്റ്റാളിങ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനും ഇതുവരെ കണ്ടിട്ടേ ഉള്ളൂ, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊന്നും എനിക്കും അറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഞാൻ വൈറ്റ് മാർട്ട് കുറവച്ചാൽ ഇത് ഇവിടെ കിട്ടാനില്ലാഞ്ഞിട്ട് പിന്നെ അവർ പാലക്കാട്ട് വന്ന് വരുത്തിയതാണ്. അവിടെ വന്ന് പറഞ്ഞു എന്ത് പണിയാണോ? വൈകിട്ട് പടത്തിന് പോകണോ? അത് ഔട്ട്ഡോർ യൂണിറ്റുള്ള കേബിളാ അല്ലേ? എന്തോ ഇത്ര ലെങ്ത് വന്നേക്കില്ലേ? അത്ര മീറ്റർ ആണല്ലോ കേബിളിന്? 3 മീറ്റർ. 3 മീറ്റർ തന്നെയാണ്. വണ്ടൺ
അല്ലെങ്കിൽ അത് കൊടുത്തേക്കാം, അടിച്ച് വെച്ചിട്ട്. കണക്ഷൻ അല്ല അല്ലേ? ഇതാണ് സ്ക്രൂവിൻ്റെ. ബാക്ക് സൈഡിലെ കണക്ഷനാണ് പൈപ്പിൻ്റെ അല്ലേ? ഇത് കുഴപ്പം. എടുത്തു തരണോ? സെറ്റായി. അതൊക്കെ കേട്ടോ കുറച്ച് വീഴത്തൊന്നുമില്ല, പേടിക്കണ്ട. നമ്മുടെ ഇൻഡോർ യൂണിറ്റ് കംപ്ലീറ്റ്ലി ഫിറ്റ് ചെയ്തു. ഇനി ഔട്ട്ഡോർ യൂണിറ്റാണ് ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം പുറത്തോട്ട് പോയിട്ട് അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. സ്റ്റാൻഡ് പീസായിട്ടാണ് വരുന്നല്ലേ? പീസായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് ശേഷം നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് ഒന്നാക്കി. വെണ്ണിക്കുളം ഇതുപോലെ ഇരിക്കുന്ന സ്റ്റാൻഡിന് പീസാണ് വരുന്നത്. ആ പീസിനെയാണ് ഇത് ഇതുപോലെ ഒറ്റ സ്റ്റാൻഡാക്കി എടുത്തിരിക്കുന്നുണ്ടോ? ഇതിപ്പം സ്റ്റാൻഡായി അല്ലേ? സെയിം അളവാണ്. ഇതിൻ്റെ പുറകിലും മണ്ടൽ പേപ്പർ അടിക്കണം. റൗണ്ടിന് നൂർത്തെടുക്കുമല്ലേ? ഇത് ബോൾട്ട് കണക്ഷൻ അല്ലേ? എവിടെ? ഇതൊരു ഫയറിങ്. ഇതിനകത്ത് കൊണ്ട് ത്രെഡ് ഇതുപോലത്തെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ലീക്ക് വരത്തില്ല. നോക്കിയിട്ടേ പോകത്തുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഷാമ്പു ഇട്ട് നോക്കാം. ക്യാപ്പ് ഇട്ടിരിക്കുന്നല്ലേ? ഒടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കവറിങ് ഉണ്ട്. എല്ലാ ഫുൾ കവറിങ്. അതങ്ങനെ സീൽ ചെയ്തിട്ട് അടയ്ക്കുന്നത്. സ്റ്റാൻഡ് വെക്കാനുള്ള അളവല്ലേ? വെച്ചു അഴിക്കണ്ട. സർവീസ് അഴിക്കണ്ടാണോ? വെച്ചു അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇതിൽ തന്നെ കയറി നിൽക്കുന്ന സ്റ്റാൻഡല്ലേ?
ടൈറ്റ് പക്കെ ആയിരിക്കും, പക്ഷെ കാരണം ഇങ്ങനെ കറങ്ങും, നമുക്ക് ടൈറ്റ് ആകത്തില്ല ചിലതൊന്നും, എല്ലാം ഒന്നും മുറുകത്തില്ല. മുറുകത്തില്ല. പക്ഷെ കണ്ടൻസർ താഴെ പോവാതെ നിൽക്കുകയും ചെയ്യും. അത് കൂടിപ്പോയി 10-30 രൂപ അല്ലേ ഉള്ളൂ. 23 22 കിലോ അത്രേ ഉള്ളൂ. സൈഡിലാണ് ഹലോ, ആ എന്നാടാ വെച്ചിട്ട് ബുഷ് വെച്ച് നീ പിടിച്ചു ചോദിക്കുന്നത്. ഇതെല്ലാം BLDC മോട്ടർ അല്ലേ ഇതിനകത്തിരിക്കുന്നത്? ആ അല്ലേ? എല്ലാം മറ്റേ സോൾഡർ ചെയ്തിരിക്കുന്ന PCB. PCB അല്ലേ? ഓർഡർ കിട്ടും. ഓർഡറിന് നീളമുണ്ട് കുറച്ച് പിടിച്ച്. മറ്റേ ഇത് ഹാഫ് എന്ന് പറഞ്ഞ സാധനം പൈപ്പാണ് വരുന്നത്. ഇതേൽ ഒത്തിരി നമുക്ക് തിരിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. അത്യാവശ്യം മാത്രമുള്ള പിടിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ സാധനം പൊടിഞ്ഞല്ല പിഞ്ച് വെക്കും. പിന്നെ ഗ്യാസ് പാസ് ചെയ്യത്തില്ല. എത്തോടാ തിരിച്ചു കൊടുക്കണമായിരുന്നു. ഇവിടെ ഗ്യാസ് വേണം മേളിൽ ചെക്ക് ചെയ്യണ്ടല്ലേ? രണ്ടിലും പ്രഷർ വന്നു. പ്രഷർ പോയി. കേറിട്ടുണ്ട്. ഉണ്ടോടാ? ഇല്ല, അല്ല ഇങ്ങനെ ഷാമ്പു ഇവിടെ നോക്കണ്ടേ? അടിച്ചേക്കട്ടെ. അവിടെ ലേക്കില്ലെങ്കിൽ ആയിട്ടേ പിടിക്കോ. ഇവിടെ ലീക്ക് വെക്കും അല്ലേ? ഇവിടെ ചെക്കണം. ഇത് രണ്ടിനും മെയിനായിട്ട് ലീക്ക് വരുന്നത്. പിന്നെ വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അകത്തായിരിക്കും. അകത്ത് എന്തെങ്കിലും കോപ്പറിന് ലീക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളെ കുഴപ്പമില്ല, കമ്പനി. ഇവിടെ ലീക്ക് വരുവാണ് നമ്മളല്ല കേട്ടോ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പ്രശ്നം. കാരണം ലീക്ക് ചെക്ക് ചെയ്യാതൊക്കെ ചിലർ പോകും. അപ്പം ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. പിന്നെ ബുദ്ധിമുട്ടാവും അല്ലേ? പിന്നെ പണിയാവും. പിന്നെ ഗ്യാസ് മൊത്തം പോകും. പിന്നെ രണ്ടാമത് ഗ്യാസ് ചാർജ് ചെയ്യണം, പിന്നെ ടൈറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഗ്യാസ് ചാർജ് ചെയ്യുന്നത് ഇതുവഴി തന്നെയാണ് അകത്തോട്ട്? ഇതിലെ ഗേജ് ഇടും. ഇതിൽ ഗേജിട്ട് കയറ്റി മേലോട്ട് കയറ്റി വിടും. എടാ ഇപ്പം നമ്മൾ വിട്ട പ്രഷർ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് നിൽക്കുമ്പോൾ ഇങ്ങനെ വരത്തില്ല, ഒന്നും വരത്തില്ല. കാറ്റ് മാത്രമേ വരത്തില്ല, കാറ്റിൽ ഒന്നും വരത്തില്ല. ഇപ്പം ഇതുണ്ട് വന്നേ, ഇതുപോലെ വരത്തില്ല. ഇപ്പം ഇട്ട പ്രഷർ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ വരത്തില്ല. ചെറിയ ലീക്ക് ഉണ്ടെങ്കിലും വരത്തില്ല. ചെറിയ ലീക്ക് ഉണ്ടെങ്കിലും വരത്തില്ല, ഒരു ലീക്ക് ഉണ്ടെങ്കിലും വരത്തില്ല. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല.
ഇവിടെ വരും, ഇവിടെ നിന്നാണ് ഇത് ആ ഇൻഡോറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അതിൽ നിന്ന് നേരെ നമ്മൾ സപ്ലൈ കൊടുക്കും. അകത്തുനിന്ന് സപ്ലൈ അതിനകത്ത് വന്നിട്ട് അതിനകത്ത് ഇങ്ങോട്ട് വരും. അതൊരു ഇൻഡോർ സപ്ലൈ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു പോർട്ട് ഉണ്ട്, അതിലും അത് ഇൻഡോർ സപ്ലൈ ഉണ്ട്. ആ ഇൻഡോർ സപ്ലൈ നേരെ പവറിലോട്ട്, പിന്നെ ഇതിൽ നിന്ന് വരുന്ന സപ്ലൈ നേരെ ഇങ്ങോട്ട് വരും. കൊടുത്തടാ, എത്തി കൊടുത്തു അല്ലേ. ഇതിനെല്ലാം ഓരോ കളർ കോഡും ഉണ്ട്. എർത്ത് വരുന്നുണ്ട് ഇതിൽ. എർത്തും വരുന്നുണ്ട്, ഒരു ജാക്കും ഉണ്ട്. ഇപ്പം കൊടുക്കുന്ന തന്നെ സാധനം ഇതൊരു കമ്മ്യൂണിക്കേഷൻ ജാക്ക. സെൻസറാണോ? സെൻസർ പോലത്തെ എർത്തിൻ്റെ തന്നെ. ഇതിന് മോഡൽ നമ്പർ എടുത്താടാ. ന്യൂട്രൽ ഫേസ് എർത്തോ കൊടുക്കണ്ട അല്ലേ. പിന്നെ മറ്റേ കമ്മ്യൂണിക്കേഷൻ്റെ റോളടിച്ച് ചുറ്റുന്നതിനേക്കാൾ എളുപ്പമുണ്ട്. കീറി ചുറ്റുന്നത്. അത് പശയുണ്ടോ ടേപ്പിൽ? ഇല്ല, പശയില്ല. നമ്മളിത് വലിച്ചു ചുറ്റി അവസാനം ടേപ്പ് ഒട്ടിക്കണോ? എവിടെയെങ്കിലും ഒരു ടേപ്പ് ഒട്ടിച്ച് ക്ലോസ് ചെയ്യുക. ഇപ്പം കംപ്ലീറ്റ് വൈറ്റ് ടേപ്പ് അടിക്കുക. നമ്മളിപ്പം വരുന്ന പൈപ്പുകൾക്ക് വൈറ്റ് ടേപ്പ് അടിച്ചിട്ട് സേഫ് ആക്കി വെക്കുകയാണ്. അപ്പം ഒരാൾ മുകളിൽ നിന്ന് അടിക്കുന്നു, ഒരാൾ ബാക്കി താഴെ നിന്ന് അടിക്കുക. ഇവരതിൻ്റെ മണ്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കംപ്ലീറ്റ് തൂത്തുവാരി കളഞ്ഞ് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല ഡീസൻ്റായിട്ടുള്ള പരിപാടികളാണ് ഇതുവരെ ഉള്ള എല്ലാം. രണ്ടാമത്തെ മോഡൽ ഇത്. ഈ മോഡലിട്ട് മാത്രമേ AC തണുക്കത്തുള്ളൂ. ഇത് ടെമ്പറേച്ചർ അപ്പ് ഡൗൺ ബട്ടൺ. ഇനി ഇത് ഫാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇത് ഫാൻ സ്പീഡ് കൂട്ടുന്ന സാധനം. ഫാൻ്റെ സ്പീഡും കൺട്രോൾ ചെയ്യാം. ഫാൻ്റെ സ്പീഡ് കൂട്ടി ഒരു 3 ആരോ ഇടുന്നതാണ് എപ്പോഴും നല്ല. നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് 16. ഇത് അത് അതിൻ്റെ ബട്ടൺ തന്നെ ഇതാണ്. ഇപ്പം ഇവിടെ ഒരു വേണമെങ്കിൽ ഒന്നുകൂടെ ഞെക്കുമ്പോൾ ഇതാ ബട്ടൺ വീസിങ് എന്ന് പറയും. കണ്ടോ സ്റ്റോപ്പ്. ഇനി ഇത് ഡിസ്പ്ലേ ഓൺ ഓഫ്. നമുക്ക് കിടക്കാൻ നേരത്ത് ഡിസ്പ്ലേ കാണാതിരിക്കാൻ ഓഫ് ആക്കത്തില്ല. പക്ഷേ റിമോട്ട് ഇത് ഓണായിരിക്കും, വർക്കിംഗ് പക്ഷേ ഡിസ്പ്ലേ കാണത്തില്ല. അത് പിന്നെ ഇത് ടർബോ പെട്ടെന്ന് കൂളാകാനായിട്ടുള്ള. അതുപോലെ തന്നെ ബില്ലും കൂടുതലായിരിക്കും ടർബോ ഇട്ടാൽ. പിന്നെ ഇത് ഐസൻസ് എന്ന് പറയുന്ന ബട്ടൺ. ഇത് നമ്മൾ റിമോട്ട് ഇരിക്കുന്ന സൈഡിലോട്ട് മാത്രമായിട്ട് ഒരു കൂളിംഗ് വരുന്നൊരു റിമോട്ട് ഇരിക്കുന്ന സ്ഥലത്തോട്ട് തണുപ്പ്. പിന്നെ ഇത് പവർ ഓൺ പവർ ഓഫ്. ഇത് ആ മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ. ഈ ബട്ടൺ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മെഷീനും പറ്റത്തില്ല. ഇതാ മോഡ് മാറ്റി സ്വിച്ച്. അഥവാ മോഡ് വല്ല മാറി കിടക്കുവാണെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയെങ്കിൽ മോഡ് മാറ്റിയിട്ടാൽ മതി. ഈ ഫ്രോസൺ ടീനാണ് നമുക്ക് വേണ്ട മോഡ്. ഈ മോഡ് മാറിക്കഴിഞ്ഞാൽ ഈ ചിഹ്നം മാറിക്കഴിഞ്ഞാൽ ഔട്ട്ഡോർ ഓഫ് ആയി പോകും. അപ്പോൾ ചുമ്മാ കാറ്റ് മാത്രമേ വരത്തുള്ളൂ. ഇതിനകത്തുനിന്നുള്ള കാറ്റ് മാത്രമേ വരത്തുള്ളൂ. തണുക്കണമെന്നുണ്ടെങ്കിൽ ഈ മോഡിൽ തന്നെ കിടക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ.